കിടന്നാണ് നമസ്കാരം. VM പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. കോന്നി കാട്ടാന പരിശീലന കേന്ദ്രത്തിലെ ശ്രദ്ധേയായ പിടിയാനയാണ് കോന്നി പ്രിയദർശിനി. നല്ല ആകാര ഭംഗിയോടെ പാപ്പാനോട് കുസൃതി കാട്ടി നിൽക്കുന്ന ഈ പിടിയാന ഇവിടെ എത്തുന്ന ആനപ്രേമികളെയും കാഴ്ചക്കാരെയും ആകർഷിക്കാറുണ്ട്. 44 വയസ്സുള്ള ആന 1992 10 വയസ്സുള്ളപ്പോഴാണ് കോന്നിയിൽ എത്തിച്ചേരുന്നത്. അന്ന് വനം വകുപ്പിന് ആനകളെ പിടിക്കുന്ന സംവിധാനമുണ്ടായിരുന്നു. വാരിക്കുഴിയിൽ കാട്ടാനകളെ വീഴിച്ച് താപ്പാനകളെ ഉപയോഗിച്ച് അവയെ കൊണ്ടുവന്ന് മെരുക്കിയെടുക്കുന്നതിൽ കേരളത്തിലെ ശ്രദ്ധേയമായ കേന്ദ്രങ്ങളൊന്നായിരുന്നു കോന്നി. കോന്നിക്ക് സമീപമുള്ള മണ്ണാറപ്പാറയിലെ വാരിക്കുഴിയിലാണ് പ്രിയദർശിനി വീണത്. അന്നത്തെ ഇവിടുത്തെ 2 ശ്രദ്ധേയരായ താപ്പാനകളായ സോമൻ, രഞ്ജി എന്നീ ആനകൾ ചേർന്നാണ് പ്രിയദർശിനിയെ കുഴിയിൽ നിന്ന് കയറ്റി ഇവിടെ കൊണ്ടുവന്നത്. പ്രിയദർശിനിയെ കുഴിയിൽ നിന്ന് കയറ്റുന്ന സമയത്ത് വലിയൊരു കാട്ടാന കൂട്ടം തന്നെ അതിന് സമീപം തമ്പടിച്ചിരുന്നത്രേ. പിടിയാനകൾ പ്രത്യേകിച്ച് കൂട്ടം ചേർന്നാണ് വനത്തിനുള്ളിൽ സഞ്ചരിക്കാറുള്ളത്. മേറ്റിങ്ങിന്റെ സമയത്ത് മാത്രമാണ് അവർ കൊമ്പനാനകളെ അന്വേഷിക്കുന്നത്. കുഴിയിൽ വീണ ആനയെ രക്ഷിക്കാൻ കഴിയുമോ എന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണത്രേ അവിടെ വലിയ കാട്ടാനക്കൂട്ടം തമ്പടിച്ചു നിന്നിരുന്നത്. കോന്നി ആനക്കൂട്ടിൽ പരിശീലനം നേടിയ പ്രിയദർശിനി ഇവിടെ ആന സഫാരി നടന്നുകൊണ്ടിരുന്നപ്പോൾ സ്ഥിരമായി ആളുകളെ തൻ്റെ പുറത്ത് കയറ്റുന്നതിന് യാതൊരു മടിയും കാണിക്കാത്ത പിടിയാനയായിരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് ആന സഫാരി ഇവിടെ ഉൾപ്പെടെ ഉപേക്ഷിക്കുന്ന സാഹചര്യമുണ്ടായത്. പ്രിയദർശിനിക്ക് മുൻവശത്തെ ഇടതുവശത്തെ കാലിനൊരു നീരുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെട്ട വനം വകുപ്പ് അധികൃതർ വെറ്റിനറി സർജന്റെ നിർദ്ദേശപ്രകാരം നൽകിയ മരുന്ന് ഇവിടെ ആനയ്ക്ക് ലഭ്യമാക്കുന്നതിനാവശ്യമായ ക്രമീകരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. മരുന്ന് പാദത്തിൽ കുറച്ചു നേരം കെട്ടി നിൽക്കുന്ന വിധത്തിൽ വേണം ഇത് നൽകുവാനെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. കെട്ടിയിട്ട് ടയർ വള്ളി വല്ല വെച്ച് കെട്ടാൻ പറഞ്ഞു, കിഴ്ത്തിയിട്ടിട്ട് കുടം പോലെ ടയർ തന്നില്ല. മറ്റേ ഇവിടെ വള്ളി അവിടെ കിടന്നാണ്
ഒടുവിൽ ഇവിടുത്തെ 3 പാപ്പാന്മാരും ചേർന്ന് ആ ദൗത്യം പൂർത്തിയാക്കി. ആനയുടെ കാലിൽ പ്ലാസ്റ്റിക് കവർ ചുറ്റി അതിനുള്ളിൽ മരുന്നൊഴിച്ച് നൽകി കെട്ടിവെച്ചു. ഇവിടെ ഉണ്ടായിരുന്ന ശ്രദ്ധേയനായ കൊമ്പൻ കോടനാട് നീലകണ്ഠനും അതുപോലെ തന്നെ ശബരിമല വന അതിർത്തിയിൽ നിന്ന് ലഭിച്ച കോന്നി കൊച്ചയ്യപ്പൻ എന്ന കുട്ടിയാനയും അടുത്തിടെ ചെരിഞ്ഞിരുന്നു. കോന്നി നീലകണ്ഠൻ ഇവിടെ ഉണ്ടായിരുന്ന ശ്രദ്ധേയനായ താപ്പാനയായിരുന്ന കോന്നി സുരേന്ദ്രനെ ഇവിടെ നിന്നും അട്ടപ്പാടിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ഉണ്ടായ ജനങ്ങളുടെ പ്രതിഷേധം ഒഴിവാക്കാൻ വേണ്ടിയാണ് കോടനാട്ടു നിന്നും നീലകണ്ഠനെ ഇവിടെ കൊണ്ടുവന്നിരുന്നത്. എരണ്ടകെട്ട് രോഗം ബാധിച്ചാണ് നീലകണ്ഠൻ ചെരിയുന്ന സാഹചര്യമുണ്ടായത്. കൊച്ചയ്യപ്പൻ ഇവിടെ വരുന്ന ആനപ്രേമികളുടെ ആവേശമായിരുന്നു. പാദസംബന്ധമായ രോഗമായിരുന്നു ഈ കുട്ടിയാനയുടെയും മരണത്തിൽ കലാശിച്ചത്. ഇവിടെ ആനകൾക്ക് വനംവകുപ്പ് അധികൃതർ നല്ല പരിചരണം നൽകുവാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഇവിടെ 2 ആനകൾ ചെരിഞ്ഞ സംഭവങ്ങൾ എല്ലാ ആനപ്രേമികളെയും ഞെട്ടിക്കുന്നതായിരുന്നു. ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാവാം കാലിൽ ഒരു ചെറിയ നീര് വന്നപ്പോൾ തന്നെ ആനയെ മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാൻ വനംവകുപ്പ് അധികൃതർ തയ്യാറായത്. ആനപ്രേമികളുടെ പ്രിയപ്പെട്ട പ്രിയദർശിനിയുടെ കാലിലെ രോഗം വളരെ വേഗം സുഖപ്പെടട്ടെ എന്ന് PM പ്രദീപ് മീഡിയ ആശംസിക്കുന്നു. ചെറിയ രോഗത്തെ പോലും അവഗണിക്കാതെ മെച്ചപ്പെട്ട നിലയിൽ തന്നെ ചികിത്സ നൽകണം. മിണ്ടാപ്രാണിയാണ് നമ്മൾ മനുഷ്യർ, നമ്മളുടെ അധികാരം ഉപയോഗിച്ച് തളച്ചിട്ടിരിക്കുന്ന ജീവിയാണ് എന്ന ഓർമ്മയുണ്ടാവണം. താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി VM പ്രദീപ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. കേരളത്തിലെ ശ്രദ്ധേയരായ ഗജവീരന്മാരെക്കുറിച്ച്, പ്രത്യേകിച്ച് ഗജരാജ പ്രജാപതി പാമ്പാടി രാജനെക്കുറിച്ചുള്ള 250-ൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം. 그냥 막 그거를 막 이렇게 뭐 나오는